പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ ദിവസം എങ്ങനെയുണ്ട്? എങ്ങനെ ആരംഭിച്ചിരിക്കുന്നു? യേശുവിനോട് സംസാരിച്ചുവോ? യേശു ക്രിസ്തുവിനോട് മനസ്സ് തുറന്ന് നിങ്ങളുടെ കാര്യത്തെ പറഞ്ഞുവോ? യേശുവിന് നിങ്ങളോട് സംസാരിക്കാൻ സ്ഥലം കൊടുത്തുവോ? ബൈബിള് ധ്യാനിച്ചുവോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇല്ല, ഞങ്ങൾ വോക്ക് വിത്ത് ജീസസ് മാത്രമേ കാണൂ. അത് മതിയാവുകയില്ല. അതിരാവിലെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ യേശുവിന് സമയം കൊടുക്കണം. അപ്പോഴേ യേശുവിന്റെ സാന്നിധ്യം കൂടെയിരുന്ന് നിങ്ങളെ നടത്തൂ. ശരിയല്ലേ? ഈ സ്ഥലം വ്യത്യസ്തമായിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. മലമുകളും വെള്ളവും മറ്റും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നോക്കുകയാണോ? യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ സ്വീഡൻ എന്നൊരു രാജ്യമില്ലേ? സ്വീഡൻ വളരെ മനോഹരമായ ഒരു രാജ്യമാണത്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ നാട്ടിലുള്ള മനോഹരമായ ഒരു സ്ഥലമാണിത്. ശരി, ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വാക്യം എന്താണ് എന്ന് ചിന്തിക്കുകയാണോ? സദൃശ്യവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ദൈവം ഒരു ഉപദേശം തരുന്നു. എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. ഹൃദയം പാപം നിറഞ്ഞതാണ്. ഉപദേശങ്ങൾ കേൾക്കാതിരിക്കുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നാണ് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കാമവിചാരം, അത്യാഗ്രഹം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, കൊലപാതകം, ദുഷ്ടത, കോപം, പക എന്നിവ പുറപ്പെടുന്നത് എന്ന് യേശുക്രിസ്തു മർക്കോസ് 7-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നാണ് സകല പാപങ്ങളും പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തെ എനിക്ക് താ എന്ന് യേശു പറയുന്നത്. നിന്റെ ഹൃദയം പാപവും അശുദ്ധിയുമുള്ളതാണ്. അതെനിക്കിതാ, ഞാൻ ശുദ്ധമാക്കി തരും. എന്റെ രക്തത്താൽ നിന്നെ കഴുകി ശുദ്ധിയാക്കും. നിന്റെ ഹൃദയം ശുദ്ധിയായാൽ അതിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമുക്ക് മനസമാധാനത്തെ തരുന്നു. അതാണ് രക്ഷയുടെ സന്തോഷവും സമാധാനവും. അത് നമുക്ക് നഷ്ടമാവരുത്, അല്ലേ? അതിനാൽ സാത്താൻ നമ്മുടെ ഹൃദയത്തെയാണ് ഉന്നം വെക്കുന്നത്. വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ കറയുണ്ടാക്കിയാൽ സമാധാനമില്ലാതാവും, സന്തോഷമില്ലാതാവുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് ഹൃദയത്തിൽ കറയുണ്ടാക്കുന്ന പാപത്തെ കൊണ്ടുവരും, ഇച്ഛകൾ കൊണ്ടുവരും, കോപത്തെ കൊണ്ടുവരും, നീരസത്തെ കൊണ്ടുവരും, കള്ളം പറയിപ്പിക്കും, പണക്കൊതിയുണ്ടാക്കും. ഇതൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കടക്കാത്ത വിധം സകല സൂക്ഷ്മതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന് യേശു പറയുന്നു. അപ്പോൾ ഹൃദയത്തിൽ പാപം കടക്കാത്ത വിധം സംരക്ഷിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. ദൈവം നമ്മെ സഹായിക്കും. കാരണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയ്ക്കായി വന്നിട്ട് ഇപ്പോൾ 50 വർഷങ്ങളായി. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വേദപുസ്തകം വായിച്ച്, കർത്താവേ, എന്നെ വിശുദ്ധിയോടെ കാത്തുകൊള്ളണമേ. എന്റെ ഹൃദയത്തിൽ വീണ്ടും പാപക്കറയുണ്ടാവാൻ പാടില്ല. എന്റെ ജീവിതത്തെ അങ്ങ് സംരക്ഷിക്കണം എന്ന് യേശുവിന്റെ രക്തത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിന് സമർപ്പിക്കുന്നുവെന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നു. എന്നെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ടല്ലോ. നിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം, അല്ലേ? നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ഏതോ ഒരു പരിതസ്ഥിതിയിൽ മനുഷ്യർ മുഖേന കോപമുണ്ടാക്കുന്ന കാര്യം, ഇച്ഛയുണ്ടാക്കുന്ന കാര്യം, തെറ്റ് ചെയ്യാനിടയാക്കുന്ന കാര്യം എല്ലാം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നിന്റെ ഹൃദയത്തെ നീ കാത്തു സൂക്ഷിക്കണം. നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളാഞ്ഞാൽ പാപം നുഴഞ്ഞ് സമാധാനമില്ലാതാകും, ആശീർവാദമില്ലാതാവും, സന്തോഷമില്ലാതാവും, മോക്ഷഭാഗ്യത്തെ നഷ്ടപ്പെടാനിടയാവും. അതിനാൽ കാത്തുകൊള്ളുവിനെന്ന് പറയുന്നു. അപ്പോൾ സകല ശ്രദ്ധയോടെയും, കർത്താവേ, എന്റെ ഹൃദയത്തെ കാക്കുവാനുള്ള കൃപ തരയണമേ എന്ന് നിങ്ങൾ യേശുവോട് ചോദിക്കണം. യേശു സഹായിക്കും. യേശുവിന്റെ സഹായത്തോടെ ഹൃദയത്തെ കാക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഹൃദയത്തിൽ കൈവയ്ക്കൂ, കർത്താവേ, ഞാൻ സകല ശ്രദ്ധയോടും എന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. എന്റെ ഹൃദയത്തിലെ കറകളെ മാറ്റേണമേ. ഹൃദയത്തിൽ പാപം കടന്നിരിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കി ഇനി ഒരിക്കലും ഒരു പാപവും എന്റെ ഹൃദയത്തിൽ കയറാത്ത വിധം എനിക്ക് കൃപ തരയണമേ, സഹായിക്കണമേ. അങ്ങയുടെ രക്തത്തിന് എന്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെന്നെ കാത്തു സൂക്ഷിച്ച് നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ